ഹേ ഗായ്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ എത്ര നാളായില്ലേ നമ്മളൊന്ന് കണ്ടിട്ട്. അപ്പോൾ ഇന്ന് ഒരു വ്ളോഗാണ്. ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് പോവാണ്. എൻ്റെ സുഞ്ചമ്മയുടെ 70ാം പിറന്നാൾ ഇന്ന് തിരുവനന്തപുരത്ത് വെച്ച് ആഘോഷിക്കുന്നുണ്ട്. അവിടെ ഒരു ഫങ്ഷൻ, അപ്പോൾ അങ്ങോട്ടേക്ക് പോവാണ്. എൻ്റെ സുഞ്ചമ്മ എന്ന് പറയുന്നത് എൻ്റെ അമ്മൂമ്മയുടെ ചേച്ചിയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഞാൻ അതിനുള്ള എക്സൈറ്റ്മെൻറ്റാണ് തിരുവനന്തപുരത്ത് പോകാനായിട്ട്. അപ്പോൾ ഇന്നലെ പാക്കിംഗ് ഒക്കെ കഴിഞ്ഞു. നമ്മൾ കാറിലാണ് പോണേ. അപ്പോൾ അച്ഛൻ ഡ്രൈവ് ചെയ്യും. പാക്ക് ചെയ്തൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കൊന്ന് റെഡി ആയിട്ട് വേണം പോകാനായിട്ട്. നമുക്ക് റെഡി ആയിട്ട് കാണാം ഗായ്സ്. അപ്പോൾ ഞാൻ റെഡിയായി, എല്ലാവരും റെഡിയായി. ഇപ്പം നമ്മൾ ഇറങ്ങാനായിട്ട് പോവാണ്. ഡിക്കിയിൽ ഇപ്പം സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോണതിൻ്റെ വഴിക്ക് നമുക്ക് കാണാം. ചേച്ചി Sunshine, sunshine, sunshine. I think I found it now. What I've been looking for. Isn't it beautiful? It's got my head all up in the clouds. I think I found it now. Everything I want might be a miracle. No, I'm never coming down. I don't gotta worry about a single thing. അങ്ങനെ ഗായ്സ്, ഞങ്ങൾ തിരുവനന്തപുരത്ത്. അപ്പോൾ ഇപ്പം ലഞ്ച് കഴിക്കാനുള്ള ടൈമാണ്. അപ്പോൾ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി. മീൽസാണ് പറഞ്ഞത്. സൂപ്പറായിരുന്നു, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ ഗായ്സ്. പിന്നെ ഇന്ന് വൈകിട്ടാണ് ഫങ്ഷൻ. അപ്പോൾ അവിടെ നിൽക്കാനായിട്ട് എൻ്റെ അച്ഛൻ്റെ ആൻറ്റിയുടെ വീട്ടിലായിരുന്നു കേട്ടോ ഗായ്സ് നിന്നത്. വീടൊക്കെ നല്ല സൂപ്പറായിരുന്നു. ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് വരുന്നത്. അതുകൊണ്ട് എനിക്ക് ഇതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഞങ്ങളപ്പോൾ അടിയുടെ അടുത്തൊക്കെ എത്തി. എന്നിട്ട് അവിടെ നിന്ന് റെഡിയായിട്ട് ഇപ്പോഴത്തെ ഓഡിറ്റോറിയത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ എത്തി. ഇവിടെ എല്ലാ അമ്മമാരും ഉണ്ട്. ഞങ്ങളെ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ ഗൈസ്. കുറേ നാളായിട്ടോ ഗൈസ് ഇപ്പോൾ ഇവരെയൊക്കെ കണ്ടിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. Sunshine. അങ്ങനെ ഹോളിലൊക്കെ എത്തി. അവിടെ വല്യമ്മൂമ്മ, സുഞ്ചമ്മൂമ്മ, ദീപ വല്യമ്മ, വിജയമ്മായി, പിന്നെ അമ്മാവന്മാരെ കണ്ടു, ചേട്ടന്മാരെ കണ്ടു. ഇവരെയൊക്കെ കുറേ നാൾ കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കേക്ക് മുറിക്കാനായിട്ട് പോവായിരുന്നു. എല്ലാവരും
നമസ്കാരം. കേക്ക് മുറിക്കാൻ പോവാണ്. അത് കഴിഞ്ഞ് താഴെ ഉണ്ടായിരുന്നുണ്ട്. എല്ലാവരും താഴെ കഴിക്കാം. അത് കഴിഞ്ഞ് നമസ്കാരം. ശരി അമ്മ ആർക്കെങ്കിലും എന്തെങ്കിലും കലാപരിപാടി അവതരിപ്പിക്കണമെങ്കിൽ ഒക്കെ കഴിഞ്ഞു. തിരിച്ച് ആൻറ്റിയുടെ വീട്ടിലേക്ക് പോവാണ്. നാളെ അമ്പലത്തിലൊക്കെ പോവാനുള്ള പ്ലാനൊക്കെ ചെയ്തിട്ടുണ്ട്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലൊക്കെ പോവാന്ന് വിചാരിച്ചിട്ടുണ്ട്. അന്ന് തന്നെ ആ പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് ഏലൂർ വീട്ടിലേക്ക് പോകും.